നമുക്ക് പുഞ്ചിരിക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ടാവും അല്ലേ? ഏറ്റവും നന്നായിട്ട് പുഞ്ചിരിക്കുന്നവർക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും, മുഖത്ത് നല്ല തെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവരും റെഡിയാണെങ്കിൽ ഒന്ന് ചിരിച്ചു നോക്കിയാലോ? എല്ലാവരും റെഡിയാണോ? യെസ് ഓർ നോ? ഓക്കെ, അപ്പോൾ വെരി ഗുഡ്, എല്ലാവരും റെഡിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹ, നമ്മൾ ചിരിക്കുന്നത് ഹ എന്നുള്ളൊരു അക്ഷരം വെച്ചിട്ട് അല്ലേ? ഹ ഹ. അപ്പോൾ ഒരു പ്രാവശ്യം 1 ഹ, 2 കാണിക്കുമ്പോൾ ഹ ഹ, 3 ഹ ഹ ഹ, 4 ഹ ഹ ഹ ഹ, 5 ഹ ഹ ഹ ഹ ഹ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ചിരിക്കാത്തവരും ചിരിച്ചു പോകും. നമുക്ക് നോക്കാം. റെഡി അല്ലേ? ആർ യു റെഡി? യെസ്. അപ്പോൾ റെഡി, സ്റ്റാർട്ട്. ഹ 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 ഹ. അല്ലാതെ ഒരു ചിരി നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചിരിക്കണം, ഇങ്ങനെ പിഞ്ചിരിച്ചോണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ആളുകൾ കൂടിയിട്ടുള്ള അടുത്താണെങ്കിൽ അവരും നമ്മളോട് കൂടെ ചിരിച്ചു പോകും അല്ലേ? ഒരു സ്റ്റോറി ഉണ്ട്. മൂന്ന് സന്യാസിമാര് ഒരു പ്രദേശത്ത് പോയിട്ട് ഇങ്ങനെ ചിരിക്കും. 3 പേരും ഒരുമിച്ചിരുന്ന് വെറുതെ ഇങ്ങനെ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കും. ചിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ വന്നിട്ട് കൂടെ ചിരിക്കും. എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടെ കൂട്ട ചിരിയായി. പിന്നെ അടുത്ത പ്രദേശത്ത് പോയി. അപ്പോൾ അത് നന്നായിട്ട് സക്സസ് ആയി. ആര് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന നമ്മളോട് കൂടെ ചിരിച്ചു പോകും അല്ലേ? നമ്മൾ ഇങ്ങനെ കൂടി ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു കോമഡി പറയായിരിക്കും. പക്ഷെ കടന്നു വരുന്ന ആൾ ആ കോമഡി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ കോമഡി കേട്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് നമ്മളോട് അവരും കൂടെ വന്നിട്ട് ചിരിക്കും. എന്താന്ന് പോലും അവർക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ അങ്ങനെ? ഓക്കെ, അപ്പോ ഇതാണ് ചിരിയുടെ മാസ്മരിക ശക്തി. പുഞ്ചിരി എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്, നല്ലൊരു ടൂളാണ് ചിരി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളെ പുഞ്ചിരി മറ്റൊരാളുടെ മുഖത്ത് അവർക്കൊരു പുഞ്ചിരി വരും, പോസിറ്റീവിലേക്ക് പോവുകയും ചെയ്യും അല്ലേ? പിന്നെ അല്ലേ, അപ്പോൾ നമ്മളെല്ലാവരും കയ്യിൽ ഈ ചിരി ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെയോ അത് ചിരിക്കാൻ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ വിഷമിക്കുന്ന സമയത്ത് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിരിക്കാൻ അവസരങ്ങൾ തേടി നടക്കും. അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് അല്ലേ? അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണെടുത്തിട്ട് കടിച്ചെങ്കിലും പിടിക്കുക. അപ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ അതിനനുസരിച്ച് ഡീപ്പായിട്ട് ആ ഒരു ചിരിയുടേത് വരും. അപ്പോൾ അപ്പോഴും നമുക്ക് നല്ല ഹാപ്പി കിട്ടും അല്ലേ? പിന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ടിരിക്കണം എന്നാണ് എപ്പോഴും ആഗ്രഹിക്കുക അല്ലേ? നമുക്ക് എല്ലാവരുടെ അടുത്തും നല്ലോണം നിൽക്കണം, നന്നായിട്ട് നിൽക്കണം, മറ്റുള്ളവരെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ വേണേലും അവരെ ഹെൽപ്പ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് ചിലര് ഹെൽപ്പ് ചെയ്യും. പിന്നീട് അവർക്ക് തന്നെ ഒരു താങ്ങായി വരുന്ന ഒരു പാരയായി വരുന്നതെന്നൊക്കെ പറയാം അല്ലെ? അങ്ങനെ ഉണ്ടാവുന്ന അവസരങ്ങൾ നമുക്കുണ്ടാവും അല്ലെ? നമ്മൾ വിചാരിക്കും നന്നായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മളോട് വല്ലാതെ അങ്ങോട്ട് പെരുമാറുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം വരും അല്ലേ? അപ്പോൾ ആ ഒരു വിഷമങ്ങളൊക്കെ നമ്മൾ എനർജി കീപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരുന്ന് അത് കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ നമ്മൾ
ചിരിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക. കോമഡി ആയിട്ടല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ചിരിയിലൂടെ നല്ലൊരു പവർ, നമ്മളൊരു എനർജി നമ്മളിലുണ്ട്. എല്ലാവരിലും നല്ല എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉള്ളവരാണ് എല്ലാവരും. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോൾ നമ്മളും ഹാപ്പിയായി, അവരും ഹാപ്പിയായി, അല്ലേ? പിന്നെ നമുക്ക് ചിരിയിൽ തന്നെ ഒരുപാട് സയന്റിഫിക് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതിലുള്ള ഒരു 7 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ വാല്യൂ അഡിഷൻ, നമ്മൾ എത്ര നമ്മൾ മേക്കപ്പ് ഇട്ടാലും അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോയിൽ നിൽക്കുമ്പോഴായാലും അത് നമ്മൾ ചിരിക്കാതെ മൂടിയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഒരു ഭംഗി ഉണ്ടാവുമോ കാണാൻ? നമ്മുടെ ഫേസ് കാണാൻ നമ്മളെപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നല്ലേ ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ അത് നല്ല പ്രകാശം കാണുന്നത് കണ്ണുകളിലായിക്കോട്ടെ, നന്നായിട്ട് നല്ല പ്രകാശം നമ്മുടെ മനസ്സ് നമ്മൾ മുഖത്ത് കാണും, അല്ലേ? എന്താണോ നമ്മുടെ ഇമോഷൻ അത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ പ്രസന്നമാകും, അല്ലേ? അപ്പോൾ നമ്മളിൽ ആ ഒരു വാല്യൂ അഡിഷൻ, നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം, ഇഷ്ടം, അല്ലേ? നമ്മളെ തന്നെ നന്നായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും, വേണ്ടേ? അപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുക. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മളോട് തന്നെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ അതേപോലെ തന്നെ നമ്മളെ സൃഷ്ടാവ് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ആ എന്താണോ നമ്മുടെ ചിന്തകൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ സൃഷ്ടാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ത് കാര്യത്തിനായിക്കോട്ടെ നമ്മളെ സൃഷ്ടാവ് നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലേ? ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഇല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ മനസ്സ് ചിന്തകൾ എല്ലാം പോസിറ്റീവ് ആവുന്നു, അപ്പോൾ നമുക്ക് സൃഷ്ടാവും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തൊരു ഹാപ്പിയാണ് ജീവിതം. പിന്നെ നമ്മൾ എപ്പോഴും സ്മൈലി ആയിട്ടിരിക്കുക. ഏത് സമയത്തും സ്മൈലി ആയിട്ടിരിക്കുമ്പോൾ ഈ ടെൻഷനുകളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല, 100% ഉറപ്പാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, വ്യക്തിത്വത്തിന് നമ്മൾ ബൂസ്റ്റ് ചെയ്യാം. നമ്മുടെ വ്യക്തിത്വം നമ്മളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു ആത്മവിശ്വാസത്തോടു കൂടി, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പുഞ്ചിരി, അല്ലേ? നമുക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയാൽ മതി. ഒരാളെ കണ്ടാൽ അറിയാം അവർക്ക് കോൺഫിഡൻ്റ് ഉണ്ടോ, അവർക്ക് എന്താണ് ഇമോഷൻ, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ചെറു ചിരിയിൽ നമ്മളോട് ഒരാൾ നമ്മുടെ നേരെ വരികയാണ്, നമ്മൾ അവരോട് ഭയങ്കര ദേഷ്യോടെ നിന്നാൽ ഒരു മൈൻഡാക്കാതെ പോകും. മീൻസ് അവർക്കൊരു വിഷമമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഡീപ്പായിട്ട് നിൽക്കും. അതല്ല, അങ്ങനെ ഒരാൾ കടന്നു വരികയായിക്കോട്ടെ, നമ്മൾ നന്നായിട്ട് പുഞ്ചിരിക്കുകയാണെങ്കിൽ അവരോട് ഓട്ടോമാറ്റിക്കലി പുഞ്ചിരിച്ചു പോകും, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചിരിയിലൂടെ ചിലപ്പം അവർ നടന്നു വരുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടായിരിക്കാം, എന്തൊക്കെയോ ചിന്തകളായിട്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു റിക്കവർ ആവും. നമ്മുടെ ആ ഒരു പുഞ്ചിരി അത് ദാനമാണല്ലേ? പുഞ്ചിരി എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. മനുഷ്യന് ഉള്ള ഏറ്റവും ആർക്കില്ലാത്തൊരു കഴിവാണ് ചിരിക്കാനുള്ള കഴിവ്, അല്ലേ? നമുക്കത് തന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മളത് പരമാവധി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സന്തോഷം, ഈ പോസിറ്റീവ് എനർജി നിലനിർത്തി കൊണ്ടുപോകും. ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്തകൾ കൊടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. പിന്നെ ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ഈ നമ്മുടെ പുഞ്ചിരി സഹായിക്കും. നെഗറ്റീവ് എനർജിയെ പാടെ ഇല്ലാതാക്കാം. നമ്മൾ ഒന്നും വേണ്ട, വീട്ടിലുള്ളവരായിക്കോട്ടെ, പിന്നെ നമ്മളെ അയൽവാസികളായിക്കോട്ടെ, നമ്മളെ ജോലിക്കാരെ ആയിക്കോട്ടെ, അതേപോലെ നമ്മളുടെ എവിടെ നമ്മൾ പോകുമ്പോഴും അവരോടൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോഴും നമ്മളെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, അതേപോലെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ താനെ
പോയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി പാസ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഈ ഒരു ചിരിയിലൂടെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളറിയാതെ തന്നെ ഒരു എനർജി അവരിലേക്ക് പാസ് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കാം. എല്ലാവരിലും നല്ല എനർജി ഉണ്ട്. ആ ഒരു എനർജിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെങ്ങനെയോ ആയിക്കോട്ടെ, നെഗറ്റീവ്സ് പിന്നെ ടോക്സിൻസ് ഉള്ളവരായിക്കോട്ടെ, നെഗറ്റീവ് ചിന്താഗതികളായിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചിരി, ഒരു പോസിറ്റീവ് എനർജി അവരിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതാവാൻ പറ്റും. വീട്ടുകളിലൊക്കെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പറയുക. അപ്പം മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, അവരും കൂടി നമ്മിലേക്ക് വരും. ഇല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. ഓക്കെ. പിന്നെ നമ്മൾ ഞാൻ ഒരു ടീച്ചറായിരുന്നു. ആ ഒരു സമയത്ത് കുട്ടികളൊക്കെ പറയായിരുന്നു, മാമിൻ്റെ ചിരിയിൽ എന്തോ ഒരു എനർജി ഉണ്ട്. ഫോട്ടോയിലും പിന്നെ മാമിന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നത് ഈ ഒരു എനർജിയാണ്. അത് നമ്മളെല്ലാവരിലും ഉണ്ട്. എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ഒരു എനർജി ഉണ്ട്. അത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സന്തോഷമുണ്ടാക്കുന്നത് ഹാപ്പി ഹോർമോണുകളാണ് അല്ലേ? ഹാപ്പി ഹോർമോണുകളെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ചിരി ആക്ടിവേറ്റ് ആവുന്നത്. ഹാപ്പി, സന്തോഷം, മനസ്സിൽ നല്ല സന്തോഷം വരുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. അല്ലാതെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് ചിരി വരില്ല. നമ്മളത് ക്രിയേറ്റ് ചെയ്യണം, ഇല്ലേ? നമുക്ക് എത്ര വിഷമം ഉണ്ടായിക്കോട്ടെ, ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വൽ കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കണം. ലോകത്ത് നടക്കാത്തതൊന്നുമില്ല. സൃഷ്ടാവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. ആ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു കോൺഫിഡൻറ്റ്, ഹാപ്പി ഹോർമോണുകൾ വർദ്ധിപ്പിക്കാനുള്ള, നമുക്ക് വന്നിട്ടില്ലെങ്കിലും ഓൾറെഡി ശരീരത്തിൽ ടോക്സിൻസ് ആണ് കൂടുതൽ ഉള്ളതെങ്കിലും നമ്മൾ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വിഷ്വൽ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും? ഒരു പുഞ്ചിരി ഉള്ള, എനർജിയുള്ള, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിത്തീരും. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ എൻഡോർഫിൻ ആണ് നമ്മുടെ ഈ ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. ചിലരിങ്ങനെ കോമഡികൾ കണ്ടുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ടെൻഷൻ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് കോമഡികൾ കണ്ടുകൊണ്ടിരിക്കും, റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും വേണം എന്തെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെടുക. ചിലർക്ക് നന്നായിട്ട് വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നന്നായിട്ട് കോമഡികൾ കാണാനായിരിക്കും, അല്ലേ? ചിലർക്ക് വെറുതെ ആരോടെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാനായിരിക്കും ഇഷ്ടം, അല്ലേ? പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ തന്നെ നോക്കിയിട്ട് ചിരിച്ചാൽ മതി. നല്ല എനർജി കിട്ടും. അതിന് മിറർ പ്രാക്ടീസ് എന്ന് പറയും. നമ്മളെ തന്നെ നോക്കിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറയാം, അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ എന്തായി തീരണം, ഞാൻ എന്താണ് എന്നുള്ളത് കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ, ഒരു തരം എക്സസൈസാണ് പുഞ്ചിരി ചിരി എന്നൊക്കെ പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസുകളൊക്കെ നല്ല ആക്റ്റീവ് ആകും. എക്സസൈസ് നമ്മളെ മുഖത്തുള്ള മസിൽസൊക്കെ നല്ല പവറായിട്ട് കിട്ടും, അല്ലേ? പിന്നെ നന്നായിട്ട് ചിരിക്കുമ്പോൾ അതൊരു ബ്രീത്തിങ് എക്സസൈസ് കൂടിയാണ്. നന്നായിട്ട് ചിരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറും പിന്നെ നമ്മുടെ സ്റ്റൊമക്കൊക്കെ നന്നായിട്ട് ഒരു എക്സസൈസ് മോഡിലെത്തും. അപ്പോൾ നമ്മുടെ പൊട്ടിച്ചിരി, ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്. എത്രയോ നമ്മൾ ഇങ്ങനെ ചിരിക്കാതിരിക്കുന്നത് എത്രയോ നഷ്ടമാണ് നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച്
ഹാപ്പി ആയിട്ട് നല്ല നിറപുഞ്ചിരിയോടെ മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ അഞ്ചാമത്തെ ഒരു കാര്യം, ചിരി ശരിക്കും ഒരു പകർച്ചവ്യാധിയെ പോലെയാണ്. നേരത്തെ പറഞ്ഞു ഒരു സന്യാസിയുടെ കഥ അല്ലെ. സന്യാസിമാരെ ആ പ്രദേശത്ത് പോയിട്ട് 3 പേരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചിരിച്ചപ്പോഴാണ് മറ്റുള്ളവരും കൂടി വന്നിട്ട് ചിരിച്ചോണ്ടിരുന്നത്. പിന്നെ അവിടെ ആ ഒരു പ്രദേശം മൊത്തം ടോട്ടൽ ഒരു കൂട്ട ചിരിയായി മാറി അല്ലേ. അങ്ങനെയല്ലേ, നമ്മളും അങ്ങനെയല്ലേ ചിരിച്ചുകൊണ്ടിരുന്ന. ഇപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ചിരിച്ചു അല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ ചിരിച്ചു, എല്ലാവർക്കും ചിരി വന്നു. അപ്പോൾ ഇതൊരു പകർച്ചവ്യാധിയെ പോലെ ഇങ്ങനെ നല്ല ഒരു പോസിറ്റീവ് എനർജി പകർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റും. പിന്നെ നമ്മുടെ ഓരോ നമ്മളെ എല്ലാ കാര്യത്തിലും ഈ ഒരു നമ്മുടെ ചിന്താഗതികളിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൺട്രോൾ ചെയ്ത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. നമുക്ക് എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കുഞ്ഞു മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ ഒരു പുഞ്ചിരി കാണുമ്പോൾ എല്ലാം അലിഞ്ഞില്ലാതാവില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളെ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റോപ്പിൽ എങ്ങാനും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരാൾ നല്ല ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു വാവേനെ എടുത്തിട്ട് ഒരു അമ്മ നിൽക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ആ കുഞ്ഞിനൊരു ചിരി ഉണ്ടാവും നോക്കിയിട്ട് അല്ലേ. ചില മക്കൾ അങ്ങനെയാണ്, നല്ലൊരു അടിപൊളി ഒരു സ്മൈല്, അപ്പൊ നമ്മളോട് താനെ നോക്കിയിട്ട് ചിരിച്ചു പോകും. നിങ്ങൾക്ക് അനുഭവമല്ലേ അങ്ങനെ? അപ്പോൾ അതും ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ കുഞ്ഞിൽ നിന്ന് വരുന്ന ഒരു എനർജി, നിഷ്കളങ്കമായ കുട്ടിയിൽ നിന്ന് വരുന്ന ഒരു എനർജി അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു റിലാക്സ് കിട്ടി, നമുക്കൊരു വല്ലാത്തൊരു അനുഭവം കിട്ടി. ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് നമ്മളൊന്ന് ചേഞ്ചായി, നമ്മൾ ആ കുട്ടിയിലായി ശ്രദ്ധ. ആ കുട്ടി ചിരിക്കുന്നതും നോക്കുന്നതും ഒക്കെ നമ്മൾ കുറച്ചു നേരം നോക്കിയിരിക്കും അല്ലേ. നല്ലൊരു ഹാപ്പി മൂഡായിരിക്കും. പിന്നെ നമ്മൾ ആ ടെൻഷൻ മൂഡിൽ നിന്ന് നമ്മൾ റിക്കവർ ആവും അല്ലേ. പിന്നെ നമ്മൾ സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും നമ്മളുടെ പുഞ്ചിരി, ചിരിയുള്ള അങ്ങനത്തെ യോഗകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചിരി മത്സരം അല്ലേ. അങ്ങനെ തന്നെ ഒരു പിന്നെ ഒരു എക്സസൈസ് ഉണ്ട്. അപ്പോൾ അവിടെ സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും അല്ലേ. എല്ലാവരും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പോകും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അവരെ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്കൊന്നായിട്ട് പിന്നെ ഒരു ചിരി മത്സരം, അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം അല്ലേ. എക്സസൈസ് നല്ല കാര്യമല്ലേ. പിന്നെ ആറാമത്തെ ഒരു കാര്യം, ചിരി നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും. എങ്ങനെയാ? നമുക്കുണ്ടാവുന്ന ചിരി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പറയുന്നത് ആന്റി ഇൻഫെക്റ്റബിലിറ്റീസിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. നമ്മളെ പിന്നെ ഹാർട്ട് ഡിസീസിനൊക്കെ ഒരു പരിധി വരെ പ്രതിരോധിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ചിരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഹാപ്പി മോഡിലിരിക്കും. നമ്മൾ മൂഡിയായിട്ട് ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ, നമ്മുടെ ടോക്സിൻസ് നമ്മളെ ശരീരത്തെ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. നെഞ്ചുവേദന, തലവേദന, വയറുവേദന, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് ആണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല എനർജിയോടെ, നല്ല പുഞ്ചിരിയോടെ, ചിരിയോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ നെഗറ്റീവ് എനർജിയെ മൊത്തം വലിച്ച് തള്ളപ്പെടും. ഓക്കെ. നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ പിന്നെ രോഗത്തിന് കാരണമായിട്ടുള്ള എല്ലാ കെമിക്കൽസിനെയൊക്കെ പോസിറ്റീവ്, നമ്മൾക്ക് ഉണ്ടാകുന്ന ടോക്സിൻസിനെ മാറ്റി പോസിറ്റീവ് എനർജിയെ തരും. പിന്നെ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ശരീരത്തിനെ നല്ല പവറാക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ പിന്നെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് അസ്വസ്ഥതകളായിരിക്കും. നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അസ്വസ്ഥതകളായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇമ്മ്യൂണി സിസ്റ്റത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചിരി എന്ന് പറയുന്നത്. നന്നായിട്ട് ചിരിക്കുക, തുറന്ന് ചിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. എന്തെങ്കിലും നെഗറ്റീവ്സ് കാര്യങ്ങൾ അറിയുകയോ പറയുകയോ പ്രവർത്തിക്കുന്നതോ കണ്ടാൽ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. അവരെ നമ്മൾ കുറച്ച് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുക. അവരെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് വിഷ്വൽ കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് ഇരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം അതേപോലെ മുന്നോട്ട് പോകാൻ നമ്മൾ വിഷ്വൽ കൊടുക്കുക. പിന്നെ ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും പുഞ്ചിരി നല്ല ഒരു സർവീസാണ്. പുഞ്ചിരി ദാനമാണ്, അല്ലേ? നമ്മളെ ഒരാളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തും പുഞ്ചിരി വരും, ഇല്ലേ? ഓപ്പോസിറ്റുള്ള ആർക്കും ഏത് ചിരിക്കാത്ത എത്ര മസിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിലും ചിരി വരാതിരിക്കില്ല, അല്ലേ? അപ്പോൾ ഈ പുഞ്ചിരി, നമ്മുടെ പുഞ്ചിരി മറ്റൊരാളോട് അത് കാണിക്കുമ്പോൾ നമ്മുടെ എനർജി പാസ് ചെയ്ത് അവരും ബൂസ്റ്റായിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് അവർക്ക് സന്തോഷം അനുഭവിപ്പിക്കും, നമ്മളിലും ഒരു എനർജി, രണ്ടാൾക്കും ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാവരെയും പുഞ്ചിരിയോടെ സമീപിക്കാൻ പറ്റും, അല്ലേ? പിന്നെ നിങ്ങൾ നല്ലൊരു മെമ്മറി, നമുക്ക് നല്ല ശ്രദ്ധയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ തം ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് സ്മോൾ ഫിംഗർ കയ്യിൽ വെക്കുക. എന്നിട്ട് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ ഇതെന്താക്കുക, ഓപ്പോസിറ്റ് ആക്കുക. ഇത് സ്മോൾ ആയിരിക്കും, ഇത് തമ്പായിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നന്നായിട്ട് ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തം ഫിംഗർ ഇങ്ങനെ വെക്കുന്നു, സ്മോൾ ഫിംഗർ കൈയുടെ ഇങ്ങനെ വെക്കുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് തിരിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല മെമ്മറി, നല്ല കോൺഫിഡൻസ്, ശ്രദ്ധ കിട്ടും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എല്ലാവരും. ഒരു 10-21 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ, അത് നന്നായിട്ട് പ്രാക്ടീസിലൂടെ ചെയ്യണം, വേണ്ടേ? പിന്നെ എല്ലാവരുടെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു പെന്നോ നോട്ടും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡയറി ഉണ്ടല്ലോ, ഉണ്ടാവോ? യെസ് ഓർ നോ? ഉള്ളവര് എന്ത് ചെയ്യുക? എല്ലാവരും ക്ലാസ്സിൽ നോട്ടും പെന്നും ഒക്കെ എടുത്തിട്ട് നല്ലൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? 2 പെന്ന് അവിടെ ഉള്ളവര് 2 പെന്ന് കയ്യിലെടുക്കുക. എന്നിട്ട് നോട്ടിൽ ഒരു റൗണ്ടും ഒരു സ്ക്വയറും വരയ്ക്കുക. ഒരേ സമയത്ത് നിങ്ങളുടെ ഡെവലപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഡെവലപ്പ് ചെയ്തോ? യെസ് ഓർ നോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു പെന്ന് മാത്രമുള്ളവർ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്, നമ്മുടെ ഇടത് കൈ കൊണ്ട് മാത്രം എഴുതാം. വലത് കൈ കൊണ്ട് നമ്മൾ ഓൾറെഡി എഴുതുന്നതാണ്, അതുകൊണ്ട് ഇടത് കൈ കൊണ്ട് മാത്രം വരയ്ക്കാം. ഓക്കെ, ഇടത് കൈ കൊണ്ട് മാത്രം വരയ്ക്കാം. ഒരു സ്ക്വയർ വരയ്ക്കാം, ഒരു റൗണ്ട് വരയ്ക്കാം. ഓക്കെ, ഇടത് കൈ കൊണ്ട്. പിന്നെ നിങ്ങളെ സ്വന്തം പേരൊന്ന് എഴുതി നോക്കിയേ. ഇടത് കൈ കൊണ്ട് നിങ്ങളുടെ സ്വന്തം പേര്. 2 പെന്നുള്ളവർ 2 കൈ കൊണ്ടും സ്വന്തം പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പെയിനും ആക്റ്റീവ് ആവും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പിന്നെ പല്ല് തേക്കുന്നതായിക്കോട്ടെ, പിന്നെ അതേപോലെ എഴുതുന്നതായിക്കോട്ടെ, നമ്മൾ വേറെ എന്തെങ്കിലും ഫോണിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രവൃത്തികളായിക്കോട്ടെ, നമ്മൾ ലെഫ്റ്റും കൂടി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇടത് കൈകൊണ്ട് കൂടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ മെമ്മറി, നമ്മൾ തുരുമ്പിച്ച ചില ഭാഗങ്ങളുണ്ടാവും നമ്മുടെ ബ്രെയിനിൽ, അറിയാവോ? നമ്മൾ യൂസ് ചെയ്യാതെ ഒരുപാട് കഴിവുകളുണ്ട് നമ്മളുള്ളിൽ. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സാധനമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്.
അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കണം. നമ്മുടെ കഴിവുകൾ ഒത്തിരിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോ മിറാക്കിൾസ് നമുക്ക് കാണും, ഇത് ഞാൻ തന്നെയാണോ എന്നുള്ള ആ ഒരു സംഭവം വരും. അപ്പോ ഒരുപാട് കഴിവുകൾ സൃഷ്ടാവ് തന്നിട്ടുണ്ട്. നമുക്കെല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഫാമിലിയിലായിക്കോട്ടെ, നമ്മളെ ജോലി സ്ഥലത്തായിക്കോട്ടെ, എല്ലാവരെയും നന്മ കാക്ഷിക്കുന്ന, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലേ? ആരും ഒരു മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല. ചില സമയത്ത് നമുക്കൊരു ചെറിയൊരു ലാഗ് വരും. ഇങ്ങനെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്തു പോയിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഇതങ്ങനെ വേണ്ടായിരുന്നു. അത് നമ്മൾ തിരുത്തും, അല്ലെ? നമ്മൾ മൈൻഡ് പറയും നമ്മളോട് ഫസ്റ്റ് എന്താണോ പറയുന്നത് അതാണ് ശരി മനസ്സിൽ. എന്നാലും നമ്മൾ ആ ഒരു തെറ്റിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഞാനിപ്പോൾ സീരിയൽ കാണണ്ട, എൻ്റെ മക്കൾ പഠിക്കുന്ന സമയമാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. കാരണം നല്ല കാര്യങ്ങളാണ് നമ്മളെ ചിന്തയിൽ വരിക, ഓൾറെഡി ഫസ്റ്റ് വരിക. പിന്നെയാണ് നമ്മളത് നെഗറ്റീവിലേക്ക് വീണ്ടും ഓവർ തിങ്ക് ചെയ്യുമ്പോഴാണ് നെഗറ്റീവിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇപ്പോൾ പഠിക്കാനുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഇരുന്ന് കൊടുത്താൽ അവർ നന്നായിട്ട് ആക്റ്റീവാകും, നന്നായിട്ട് പഠിക്കും, കുറച്ചുകൂടി ശ്രദ്ധിക്കും. അങ്ങനെയുള്ളത് തോന്നും നമുക്ക്. പക്ഷെ നമ്മൾ ആയിക്കോട്ടെ എന്നാലും പറഞ്ഞിട്ട് റിമോട്ട് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവ് മൈൻഡ് ചെയ്യാൻ മടിക്കും. അത് നമ്മളെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പോസിറ്റീവ് അഫർമേഷൻസിലൂടെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു മാതൃകയാണ്, എല്ലാവർക്കും ഒരു മാതൃക. നമ്മുടെ മക്കൾക്കായിക്കോട്ടെ എല്ലാവരും കണ്ട് വളരെയാണ്. നമ്മൾ അവരെ ഉപദേശിക്കുകയല്ല, നമ്മൾ അവരെ പിന്നെ പഠിപ്പിക്കാനൊന്നും പോയിട്ട് കാര്യമില്ല, നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക വേണ്ടത്, അല്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ? പിന്നെ അഫർമേഷൻസ്, എൻ്റെ മക്കൾ സുരക്ഷിതരാണ്, സ്നേഹമുള്ളവരാണ്, മനസ്സിലാക്കുന്നവരാണ്, ഇതൊക്കെ. അപ്പോൾ മുഖത്ത് ലൈഫിൽ എല്ലാവരുടെ മുഖത്തും നല്ല പുഞ്ചിരിയുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വീട്ടിലൊരാൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? അവര് എങ്ങനെയാണ്, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, എന്ത് പറ്റി പോലും, അങ്ങനെ പറയൂലേ? നമ്മൾ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ മൂഡായിട്ടിരിക്കും, മൂഡില്ലാതെ ഒരു വല്ലാത്തൊരു രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇങ്ങനെ, എന്ത് പറ്റി ഇന്നുള്ളിൽ, അല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മക്കൾക്കായിക്കോട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നിനക്ക് പറ്റിയ, നീ പറ, അല്ലെ? പെട്ടെന്ന് മനസ്സിൽ വരും, അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫേസിൽ വരും. അതല്ലേ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നല്ല ചിരിയോടെ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം നോ പ്രോബ്ലം, അവർ ഹാപ്പിയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ഇത് പറയുക, അവരെ നന്നായിട്ട് പൊക്കി കൊടുക്കുക, അവരെ സ്നേഹവാക്കുകൾ പറയുക. അത് സിറ്റുവേഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടോ, സിറ്റുവേഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ ഇങ്ങനെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കൊടുക്കുക. ഒരുപാട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കുടുംബത്തിൽ, നമ്മൾ ഫാമിലിയിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും, ഡെയിലി ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും, അല്ലേ? പിന്നെ ഒരു വേർഡ് തന്നെ പല കളറുകളിലാക്കി എഴുതിയിട്ട് ആ വേർഡല്ല നമ്മൾ വായിക്കുക, അത് കളറുകൾ വായിക്കണം. അപ്പൊ നമ്മളോട് മാറിപ്പോകും. അതൊക്കെ നല്ല ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റണം, പ്രാക്ടീസിലൂടെ പറ്റും. അപ്പോൾ നമ്മളെ ബ്രെയിൻ ഡെവലപ്പ് ആവുകയും നമ്മുടെ നല്ല പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്യുകയും മുന്നോട്ട് നല്ല രീതിയിൽ പോവുകയും ചെയ്താൽ നമ്മളെ ലൈഫ് ഹാപ്പിയായി, അല്ലേ? പിന്നെ നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം, നമ്മളെ സൃഷ്ടാവിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. മനുഷ്യർക്ക് മാത്രമാണ് ചിരിക്കാനുള്ള കഴിവ്, അല്ലേ? വേറെ ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ ഒരു സംഭവത്തെ നമുക്ക് വരുന്നില്ലെങ്കിലും നമ്മൾ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് വിഷ്വൽ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ അത് കയറിയിട്ട് ഡീപ്പായിട്ട് കയറിയിട്ട് നമ്മൾക്ക് പോസിറ്റീവ് എനർജി ഡെവലപ്പ് ആവും. ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിരാവിലെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അത് തന്നെ ഒരു പോസിറ്റീവാണ്. അന്നത്തെ ദിവസം മുഴുവനും ഹാപ്പി ആയിരിക്കും. എന്നിട്ട് പറയാ നമ്മുടെ ഓരോ അവയവങ്ങളും സൃഷ്ടാവ് തന്നതിന് അനുഗ്രഹം പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കാം. എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരായിക്കോട്ടെ, നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ ടോർച്ചർ ചെയ്യുന്നവരായിക്കോട്ടെ, അവരോടും നമ്മളൊന്ന് താങ്ക്സ് പറഞ്ഞു നോക്കിയേ. മിറാക്കിൾസ് നിങ്ങൾക്ക് സംഭവിക്കും ഉറപ്പായിട്ടും. അങ്ങനെ പറയാനും വേണം ഒരു കഴിവ്. നമ്മൾ നന്നായിട്ട് ഒരു അടി തന്ന ആളോട് നമ്മൾ താങ്ക്സ് പറയും. അപ്പോ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താ? അപ്പൊ എല്ലാവർക്കും അറിയാം, അത് നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും എനർജി ബൂസ്റ്റ് ആവണം, ഡെവലപ്പ് ആവണം. അപ്പൊ നമുക്ക് സാധിക്കും. നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊരു താങ്ക്സ് പറയാം. മനസ്സിൽ പറഞ്ഞാൽ മതി. ആ സമയത്ത് പോയിട്ട് നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കേൾക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിൽ അവരോട് താങ്ക്സ് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ. എല്ലാം ഇങ്ങനെ പുറത്ത് അവരുടെ അടുത്ത് കാണിക്കണമെന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും നമ്മൾ പൊരുത്തപ്പെടുന്നതായിക്കോട്ടെ, ഫോർഗീവ് ക്ഷമിച്ചു കൊടുക്കുന്നതായിക്കോട്ടെ, അതൊക്കെയും നമ്മൾ നമ്മളോട് മനസ്സിൽ സൃഷ്ടാവ് മനസ്സിലേക്കാണ് നോക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അവർ ആളെ മനസ്സിൽ കാണാം, പുറത്തു കൊടുത്തിരിക്കുന്നു, അവരെ ഞാൻ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, പിന്നെ അവർക്ക് ഒരുപാട് നന്ദി, അവരോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു, അവരോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് വിഷ്വൽ കാണും. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുക. ആരും മോശമായിട്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ അവര് പിന്നെ ഒന്നും അല്ലാതായിക്കോട്ടെ എന്നോ അതൊന്നും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കില്ല, അല്ലെ? എല്ലാവർക്കും നന്നായി വരണം. സമ്പത്ത് വേണമെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നിരുപാധികം ക്ഷമിച്ചു കൊടുക്കണം. സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. സമ്പത്ത് കിട്ടാനുള്ളവർക്കും നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സമ്പത്ത് അവരോട് കിട്ടും. അതേപോലെ എല്ലാവരോടും താങ്ക്സ് പറയാം. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സിഗ്നൽ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കാണിക്കൂലേ, അവരുടെ ജീവിതമാണ് വയറ്റപ്പഴപ്പ് എന്നൊക്കെ പറയും. അവരെന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സർ അല്ലെങ്കിൽ മാം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ താങ്ക്സ് പറയാം, അല്ലേ? ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അതൊരു ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? താങ്ക്സ് പറയാം. നമ്മൾ തിരിച്ചാണെങ്കിൽ നമുക്കൊരു താങ്ക്സ് കിട്ടുമ്പോഴുള്ള സന്തോഷം എത്രയാണ്, അല്ലേ? ചെറിയ ചെറിയ കാര്യത്തിനായിക്കോട്ടെ. നമ്മൾ പിന്നെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കൊണ്ടുതരാണ്. അപ്പോൾ നമ്മളൊരു താങ്ക്സ് പറയാം. അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ടൊരു താങ്ക്സ് പറയുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും, അല്ലേ? മക്കളായിക്കോട്ടെ, മക്കൾക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്, സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ അവർ നമ്മളോടൊരു താങ്ക്സ് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അതേപോലെ തിരിച്ചും പിന്നെ എനിക്ക് എൻ്റെ മോന് ഗിഫ്റ്റ് തരാറുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അത് എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. മോനെപ്പോഴും എൻ്റെ ഡേറ്റ് ഓർത്തിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കും. അയൽവാസികളെയൊക്കെ വിളിച്ചിട്ട് പിന്നെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് അന്നത്തെ ദിവസം ഒരു എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പോലും അറിയാത്തൊരു ഹാപ്പി ആയിരിക്കും.
അതൊക്കെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഫാമിലിയിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നേരെ തിരിച്ചും ഞാൻ മോനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ എനർജിയാണ്. നമുക്ക് നല്ല എനർജിയോടെ മനസ്സ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തമാവും. നമ്മളെ സൃഷ്ടാവ് നോക്കുന്നത് നമ്മളെ മനസ്സിൻ്റെ ശുദ്ധതയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധതയോടുകൂടി തന്നെ മനസ്സിൻ്റെ ശുദ്ധിയും സൃഷ്ടാവ് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഈ ആൾക്ക് സാധാരണ മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. മനുഷ്യ സഹജമാണിത്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്കത് തിരുത്താനുള്ള അവസരമുണ്ട്. അത് നമ്മൾ തിരുത്തണം, വേണ്ടേ? നമ്മൾക്ക് ഫാമിലിയിലായിക്കോട്ടെ, വേറെ എന്തെങ്കിലും കാര്യത്തിനായിക്കോട്ടെ, നമ്മൾ അറിയാതെ എന്തെങ്കിലും നമ്മളുള്ളിൽ വന്നു പോയാൽ അത് നമ്മൾ തിരുത്തി അവരോട് മനസ്സിലെങ്കിലും മാപ്പ് ചോദിക്കാനുള്ള, അവരോട് ഒരു ക്ഷമിച്ചു തരാനുള്ള വിഷ്വൽ കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ നമുക്കും ക്ഷമിച്ചു തന്നിരിക്കുന്നു, അവർക്ക് നമ്മളെ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. അവരെ നമ്മളും അംഗീകരിക്കുന്നു, അവർ നമ്മളെയും അംഗീകരിക്കുന്നു. അവർ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അവരെയും സ്നേഹിക്കുന്നു. സ്നേഹം എന്നുള്ളത് ഒരുപാട് അതിന് വാക്കുകൾ അർത്ഥങ്ങളുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്നേഹം മാത്രമല്ല. മാതാവിന് പിതാവിനോടുള്ള സ്നേഹം, മക്കൾക്ക് പാരൻസിനോടുള്ള സ്നേഹം, ഫ്രണ്ട്സിന് മറ്റു ഫ്രണ്ട്സിനോടുള്ള സ്നേഹം, അയൽവാസിക്ക് അങ്ങനെയുള്ള സ്നേഹം, പലതരത്തിലും സ്നേഹമുണ്ട്. ആ സ്നേഹത്തിലൊക്കെ എന്തുണ്ട്? എനർജിയുണ്ട്. ആ സ്നേഹത്തെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണം. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ, മീൻസ് അവരുടെ ലൈഫ് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവർ നന്നായിട്ട് ജീവിക്കട്ടെ. ഒരു കപ്പിൾസ് ആയിക്കോട്ടെ, ആ ഒരു കപ്പിൾസ് നല്ല സ്പർദ്ധയിൽ, അടിപിടി എന്നൊക്കെ പറയൂ അല്ലേ, എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കം എന്നൊക്കെ പറയാം. സൗന്ദര്യപ്പണക്കത്തിലൊക്കെ ഒരു ഹസ്ബൻഡും വൈഫും ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് നാടകീയമായിട്ട് പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു പുണ്യമുള്ള കാര്യമല്ലേ? അവരെ ഡീപ്പായിട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഹസ്ബൻഡിനെയും വൈഫിനെയും നല്ല രീതിയിൽ അവരോട് നിന്നുകൊണ്ട് അവരെ അടുപ്പിച്ച് അവരുടെ ലൈഫ് എൻജോയ് ആക്കുക. അവരുടെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു സ്നേഹമാണ് അല്ലേ? അവരോട്, ആ ഫാമിലിയോടുള്ള അല്ലെങ്കിൽ ആ കപ്പിൾസിനോടുള്ള നമ്മുടെ സ്നേഹം അല്ലേ? അവരെ ഒന്നിപ്പിക്കാനുള്ള നമ്മളുടെ ശ്രമം എങ്ങനെയോ ആയിക്കോട്ടെ, ആ ഒരു ശ്രമം നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും ആ ഒരു ഓർമ്മയുണ്ടാകും. നമ്മള് മരിച്ചാലും അത് ആ ഒരു ഫാമിലി, ആ ഒരു കപ്പിൾ നിലനിൽക്കും ഇല്ലേ? അത് ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ എന്തോ മക്കളായിക്കോട്ടെ, മക്കളൊക്കെ നല്ല വാശിയും ഇതൊക്കെ ഉണ്ടെങ്കിലും അവരെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ കാലത്ത് ഉപദേശവും ഒന്നും സാധ്യമാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? ഉപദേശമൊന്നും വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ ആരും ഇപ്പം കേൾക്കാനേ പോകുന്നില്ല. നെഗറ്റീവ്സിനെ നമ്മൾ ചെവിയിലൂടെ കേട്ട് കഴിഞ്ഞാൽ ഡീറ്റാച്ച് ചെയ്യുക, പോസിറ്റീവിനെ നിലനിർത്തുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മളെ ഈ ഒരു എനർജിയെ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു അനുഗ്രഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മളെ സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്തെ, പോസിറ്റീവ് എനർജിയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ രാവിലെ ഉണർന്ന ആ സമയം മുതൽ നമ്മൾ
ഹാപ്പി ആയിട്ട് എനർജി ആയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി നല്ല പുഞ്ചിരിയോടെ ഇന്നത്തെ ദിവസം ധന്യമാക്കി തന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നല്ല പ്രാർത്ഥനയോടെ നല്ല അഫർമേഷൻസോടെ നല്ല മനസ്സോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തി, ആ ഒരു ഫോർഗിവ്നെസ്സിൻ്റെ ശക്തി നമ്മളിൽ എനർജിയോടെ ബൂസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് രാത്രി വരെ നമ്മളെ കാര്യങ്ങൾ ഡീപ്പായിട്ട് അടിപൊളിയായിട്ട് നടക്കും. പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ രാത്രി നമ്മൾ അതുവരെ നമ്മൾ ഹാപ്പി ആയിരിക്കും, സുഖമായിട്ട് സുഖനിദ്ര കിട്ടും, മറ്റു ചിന്തകളില്ലാതെ. സ്വപ്നങ്ങളൊക്കെ നല്ല സന്തോഷമുള്ള സ്വപ്നങ്ങളായിരിക്കും അല്ലേ? നല്ല ഹാപ്പിയുള്ള സ്വപ്നങ്ങൾ. നല്ല സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെക്കുക, നെഗറ്റീവ്സ് സ്വപ്നങ്ങൾ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക, അതിനെ പോസിറ്റീവ് ആക്കി കൊടുക്കുക, അഫർമേഷൻസ് പോസിറ്റീവ് ആക്കി കൊടുക്കുക. അങ്ങനെ എന്താണോ നെഗറ്റീവ് ഉള്ളത്, എവിടെയാണോ അത് തിരുത്തി മുന്നോട്ട് പോവുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരിലും ഉണ്ടാവും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. അപ്പോൾ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും ആ ഒരു നല്ല രീതിയിലുള്ള സന്തോഷ ജീവിതം, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് നല്ല ഹാപ്പി ഹോർമോണിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ.